സോഷ്യൽ മീഡിയ സ്പേസസിന് മലയാളിക്ക് ഒരു വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടവും ഡാറ്റയുടെ യൂസേജ് ഒക്കെ കൂടുന്നിടത്ത ആര്യയുടെയും ഒരു വളർച്ച. അത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ആ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഇന്നിപ്പോ ടെലിവിഷനിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല. ഇല്ല. ടെലിവിഷനിൽ ഞാൻ ഇന്ന് വിസിബിൾ അല്ല. അല്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എൻ്റെ പഴയ ഷോസ് റീടെലികാസ്റ്റ് ആവുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമകൾ OTTസിലുണ്ട്, ശരിയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലിൽ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഇന്ന് ടെലിവിഷനിൽ വരുന്നുള്ളൂ. അതെ. പക്ഷെ ഇന്നും ആൾക്കാർക്ക് ഞാൻ കുറച്ച് ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ഇന്നും ഞാൻ നിൽക്കുന്നു, ലൈക്ക് ആൾക്കാർക്ക് ഇന്നും ആര്യ ബഡായി എന്നുള്ള പേര് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. എന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഷോനെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ആൾക്കാർ അവരിന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോഴും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട്. അത് 200% ആണ്. അതിൻ്റെ ഒരു ട്രാൻസിഷനെ കൂടി എങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു സമയത്ത് ആളുകൾക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. 2 തെറ്റിദ്ധാരണകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് പിഷാരടിയുടെ ഭാര്യയാണ്, ഭാര്യയാണ്. 2 ആര്യക്ക് വലിയ വിവരമൊന്നുമില്ല, അപ്പോൾ കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല എന്നുള്ളത്. ഇത് രണ്ടും ആളുകൾക്ക് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ചാൽ രമേഷ് പിഷാരടിയും ഒറിജിനൽ വൈഫും പിന്നെ ആര്യയുടെയും കൊണ്ടൊരു റിട്ടേൺ ഇന്റർവ്യൂ പബ്ലിഷ് ആയി വന്ന സമയത്താണ് അത് കുറെ ആളുകളിലേക്ക് എത്തിയത്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ആ ഡിഫറൻസ് ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ രമേഷ് പിഷാരടിയുടെ ആ ഷോന്റെ ഒന്നും ബാക്കിംഗ് ഇല്ലാതെയാണ് ആര്യ എന്നുള്ള പേഴ്സണിനെയും അല്ലെങ്കിൽ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെയും ഓണ്ടർപ്രണറിനെയും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അത് ആ ട്രാൻസിഷൻ കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസിഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിനെക്കാളും കൂടുതൽ ആ ഒരു ട്രാൻസിഷൻ ആൾക്കാരിലേക്ക് കൂടുതൽ രജിസ്റ്റർ ആയത് ബിഗ് ബോസ് എന്ന ഷോ വഴിയിട്ടാണ്. 200%. കാരണം ഇന്റർവ്യൂസ് ഒക്കെ വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണല്ലേ. ഇപ്പൊ വായന ഇല്ലല്ലോ ആർക്കും. നമ്മൾ എത്രയൊക്കെ വലിയ മാഗസീൻസിൽ എത്രയൊക്കെ വലിയ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇന്ന് യൂട്യൂബിൽ ഈ ഒരു ഇന്റർവ്യൂ വരുന്നതിന്റെ അത്രയും ഒരു റീച്ച് ഒരു എഴുതി വരുന്ന ഇന്റർവ്യൂവിന് ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് വായിച്ച് ഈ കാര്യം മനസ്സിലാക്കിയ ആൾക്കാർ വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇതുപോലെ ലൈവായിട്ടിരുന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് ഒരു പരിധി വരെ കാരണമായ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് തന്നെയാണ്. അപ്പം അത് റിയൽ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും റിയൽ ലൈഫ് കാര്യങ്ങളാണെന്നറിയാം. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കിയത് ആര്യ ബഡായി ശരിക്കും രമേഷ് പിഷാരടിയുടെ ഭാര്യ അല്ല എന്നുള്ള കാര്യം കുറേ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആയത് ആ ഒരു ഷോ വഴി തന്നെയാണ്. പിന്നെ ആ ഒരു ട്രാൻസിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം വെച്ച് വലിയൊരു ശതമാനം ആൾക്കാർക്ക് ആ ഒരു ട്രാൻസിഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരിഷ്ടപ്പെട്ടതും അവരൊരു 5 വർഷത്തോളം തുടർച്ചയായിട്ട് കണ്ടതും ആ ഒരു പൊട്ടി ഭാര്യനെയാണ്. ആ പൊട്ടി ഭാര്യയായ ആര്യയോട് തോന്നിയ ഒരു ഇഷ്ടമുണ്ട്, ആ ഒരു അഫെക്ഷൻ ഉണ്ട്, ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്നുള്ള ആ ഒരു സാധനമുണ്ട്. അതിന്ന് മാറി ശരിക്കുമുള്ള ആര്യ എന്താണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് അത് പിഷാരടിയുടെ ഭാര്യ അല്ല ആ ആര്യ എന്നുള്ളത് അറിഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു വലിയ ശതമാനം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് എനിക്കുണ്ടായ അനുഭവം വെച്ച് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം വളരെയധികം വോക്കലായിട്ടുള്ള ഒരു ആര്യ ഞാൻ കണ്ടിട്ടുള്ളത്. കുറെ കൂടെയൊക്കെ തുറന്ന് സംസാരിക്കുന്ന, എസ്പെഷ്യലി എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഫെയിലിയേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഒന്നും ആ സൈഡൊന്നും നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എത്രയോ കാലമായി അമീർ ഖാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഏറ്റവും അവസാനം റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ എത്ര തവണ മിസ് ചെയ്തായിരുന്നു, ഞാൻ 30 വർഷം സിനിമയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ നേടിയതെന്നൊക്കെ പറഞ്ഞ ആൾ വിതുമ്പാണ്. അദ്ദേഹം ബ്രേക്ക് ഡൗൺ ആണ്. കാരണം നമ്മളിപ്പോഴും അവരെ സക്സസ്ഫുൾ ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മളിപ്പോഴും അവരെ ഗ്ലിറ്റും ഗ്ലാമറിലല്ലേ കണ്ടിട്ടുള്ളൂ. ആര്യ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ചത്? അത് ഞാൻ മനഃപൂർവ്വം സംസാരിക്കുന്നതല്ല, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതെ, അത് പക്ഷെ പ്രേക്ഷകൻ അറിയാൻ സാധ്യതയില്ല. പക്ഷെ എന്നെ അടുത്തറിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ആര്യ ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ഭയങ്കര വോക്കലായിട്ടുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് സൗഹൃദങ്ങളിൽ പെടുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എന്നെയുമായിട്ട് അടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. അതിപ്പം 10-12 വർഷം പരിചയമുള്ള സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും. ചിലപ്പോൾ 2 വർഷം മുന്നേ എൻ്റെ സുഹൃത്തായ ഒരാൾക്കും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ഞാൻ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വോക്കലാകാൻ വേണ്ടി വോക്കലാവുന്നതല്ല.
ഓക്കെ. ഇതെന്റെ ക്യാരക്ടറിൽ ഉള്ളതാണ്. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് പോകുന്നതാണ് കാര്യങ്ങൾ. അതാണ് സത്യം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോ പോലും നമ്മളുടെ ഭാഗം ഓക്കെ ആക്കിയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? പക്ഷെ ആര്യ സംസാരിക്കുമ്പോ പലപ്പോഴും ഈ പ്രധാനമായിട്ട് റിലേഷൻഷിപ്പിലെ കാര്യമൊക്കെ പറയുമ്പോൾ ആര്യയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാ സംസാരിക്കുന്നത്. ഈ മനസ്സിലായോ? ഭയങ്കര വ്യത്യാസം ഉണ്ട് അതിന്. പ്രത്യേകിച്ച് സ്ത്രീ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതിന് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥങ്ങൾ എത്രയോ ആളുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ അങ്ങനെ കാര്യങ്ങൾ പറയാന്നുണ്ടല്ലോ. അത് ശരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു പോയതാ? അത് ഇതിന്റെയൊക്കെ പരിണിത ഫലം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്? ഇല്ല, സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. പിന്നീട് ഇതൊക്കെ ആൾക്കാര് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആര്യയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആര്യ ഉദ്ദേശിച്ചത് അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. ശരിയാണ്. ഞാൻ തെറ്റ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റായ രീതിയിൽ അതിനെ മൊറാലിറ്റി ഇന്റഗ്രിറ്റി ഇതെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അത് അവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും അറിയില്ല. ഈ കുട്ടി പറയുന്നു ഈ കുട്ടിയുടെ തെറ്റാണെന്നും പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ആൾക്കാര് നാച്ചുറലി ജഡ്ജ് ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേക സാധനമാണ്. ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിധി എഴുതി കളയും, ജഡ്ജ് ചെയ്യും. ആൻഡ് അതിനെ ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അവരത് ചെയ്യുകയും ചെയ്യും. അതിന് ഇന്ന് ഏറ്റവും സുലഭമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ട് ഒക്കെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. പബ്ലിക് അക്കൗണ്ടാണ്. ആർക്ക് വേണോ എന്ത് വേണോ വന്ന് വിളിച്ച് പറയാം. അപ്പോൾ ആൾക്കാർ ജഡ്ജ്മെൻ്റൽ ആയിട്ടുണ്ട്. ഞാൻ അവരെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നതിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. നമ്മൾ മുഴുവനായിട്ട് എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. അപ്പം ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചിട്ടല്ല ഓരോന്നിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പം പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഈശ്വര ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് പറയണമെന്നുണ്ട്. ഇറ്റ്സ് നാച്ചുറലി കമ്മിങ് ഔട്ട്. എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇടണമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം ചിലപ്പം ഇതും ഈ പറഞ്ഞതിനെയും ആൾക്കാർ ജഡ്ജ് ചെയ്യുമായിരിക്കാം. ഇതിൻ്റെ താഴെയും മോശമായ കമൻസ് വരുമായിരിക്കാം. നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയണ്ട എന്നൊക്കെ ആൾക്കാർ ഇതൊക്കെ പറയും. ശരിയാണ്, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലല്ലോ. നമ്മൾ ചെയ്തതാണെങ്കിൽ ഞാനത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാണ്. ഈ സ്ത്രീകൾ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ, സിനിമയിൽ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ, നടിമാര്, ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവർക്കുണ്ടാവുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സൗഹൃദങ്ങളിലൊക്കെയും മൊത്തം അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായോ? ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ ഒരു അറീനയിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു എന്റർപ്രണർ മാത്രമാണെങ്കിൽ എനിക്ക് ഇത്ര ഇത് ഫേസ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കാത്ത ഒരാളാണ് സത്യം പറയാലോ. അതും കൂടിയിട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു റീസണും അതുകൊണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഐ ഡോണ്ട് തിങ്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തിങ്ക് ചെയ്യാറില്ല. വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഓവർ തിങ്ക് ചെയ്ത് വിടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഒരു കൂടുതൽ സ്ത്രീകളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നമ്മളെ എപ്പോഴും തേച്ചിട്ട് പോകുന്നത് ആണുങ്ങളാണ് എന്ന് പൊതുവെ ഒരു സംസാരം ഒരു കാലഘട്ടം വരെയും ഉണ്ടായിരുന്നു. ഈയിടെയായിട്ടാണ് അത് മാറിയത്. അതായത് തേക്കാൻ പെണ്ണുങ്ങളും ഇടുക്കികളാണ്, പെണ്ണുങ്ങളും തേക്കാറുണ്ട്, ആണുങ്ങളും തേക്കാറുണ്ട്. അങ്ങനെ എല്ലാ ആണുങ്ങളുടെ തലയിൽ അതങ്ങ് അടിച്ചേൽപ്പിക്കണ്ട എന്നുള്ള സാധനം വോക്കലായി തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലേഡീസിന്റെ കേസ് എടുത്താലും എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല. ചിലപ്പോൾ കുറെ ആൾക്കാർ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് വേറെയാണ്. ഒരുപോലെ ചിന്തിക്കുന്ന കുറെ പേർ ഒന്നിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധപ്പെട്ടത്, ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമല്ലോ ഇതിൽ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ചതി എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗെറ്റ് റെഡി വിത്ത് മീന് മുമ്പും അവരൊന്ന് ഗെറ്റ് റെഡി ആയിട്ടുണ്ടാവും.
കുറെ ആളുകള്. എന്നിട്ടാ പിന്നെ നമ്മൾ കാണുന്ന ഗെറ്റ് റെഡി വിത്ത് മീലേക്ക് എത്തുന്നത്. പക്ഷെ ആര്യയുടെ ഗെറ്റ് റെഡി വിത്ത് മീൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും ഗെറ്റ് റെഡി ആവാണ്ട് ഗെറ്റ് റെഡി ആവുന്ന അല്ല, അങ്ങനെ അതായത് നോ മേക്കപ്പ് ലുക്കിനും ഒരു മേക്കപ്പ് ഇടുന്ന ആളുകളുണ്ടല്ലോ, മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യണം തന്നെ വിചാരിച്ചത്. അതായത് ആര്യയുടെ കുഴിവുള്ള കണ്ണുകളോ അല്ലെങ്കിൽ ചുളിവുകളോ മൂക്കുരുകളോ പാടുകളോ ഒക്കെ ഞങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഫ്ലാഷി കട്ട് വരുന്നത്. അതങ്ങനെ ചെയ്യണം എന്ന് എന്താ തോന്നിയത്? സത്യസന്ധമായി പറഞ്ഞ എനിക്ക് മടിയാണ്. ഞാന് അതായത് എന്റെ കയ്യിൽ ഈ മറ്റേ ട്രൈപോഡും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും കുത്തി വെച്ച് ആദ്യമേ സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി പതിച്ചു കൊണ്ടിട്ട് രാവിലെ ഉറക്കണിക്കുന്ന ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത്രയും മെനക്കെടണ്ടേ ഇത് കൊണ്ടുപോയി കുത്തി വെച്ച്? ബേസിക് കാര്യം മടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ എന്തിന് എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ നൈറ്റ് ഇട്ട് തലയൊക്കെ വാരി കെട്ടി ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് മുന്നേ ഒരുങ്ങാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുമ്പോൾ അത് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ എനിക്ക് സ്റ്റാൻഡിൽ കുത്തി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കൈയമ്മയെ പിടിച്ചിട്ട് തന്നെയാണ് അതെല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ആംഗിൾ ബ്യൂട്ടിയോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാറില്ല. ചിലപ്പോ എന്റെ കിടക്കുന്ന കട്ടില് ഷീറ്റൊക്കെ ഉടഞ്ഞ് വലഞ്ഞ് കോല കിടക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്. പിന്നീട് എന്റെ ഫ്രണ്ട്സ് ചോദിക്കുക, കട്ടിൽ കിടക്കുന്ന ഷീറ്റയിൽ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല. എനിക്കപ്പോ ചെയ്യണമെന്നൊന്നും ഞാൻ ചെയ്യും, ഇതാണ് സത്യം. അല്ല, അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, എനിക്ക് അത് അങ്ങനെയുള്ള കുറെ അക്കൗണ്ട്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് എസ്തെറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കളർ പാലറ്റ് വെച്ച് ചെയ്യുന്നു, ഭയങ്കര നീറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട്. മോർണിംഗ് റുട്ടീൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. രാവിലെ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്ന. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ബെഡിൽ നിന്ന് ഇവരെ എണീറ്റ് വരണമെങ്കിൽ ക്യാമറ, നമ്മളിപ്പോ ഈ ഫീൽഡിലുള്ള ആൾക്കാർ നമുക്ക് ആംഗിള് സെറ്റ് ചെയ്യുന്ന നമുക്കറിയാലോ ഏത് ആംഗിളിലായിരിക്കും സെറ്റ്. അപ്പൊ ഞാൻ ക്യാമറ എന്തപ്പോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവര് പൊതിച്ചിട്ടല്ലേ പിന്നെ എണീറ്റ് വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ വീഡിയോസ് കാണാനൊരു സുഖമാണ്. ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എന്നിട്ട് അവരിങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നു. അടുത്ത കട്ട് വരുന്നത് കിച്ചണിൽ അവര് കോഫി കെറ്റലിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതിനു മുമ്പ് കിച്ചണിൽ വന്ന് ഈ ട്രൈപോഡ് ഈ ആംഗിളിൽ നോക്കി സെറ്റ് ചെയ്ത് വെച്ചാലേ കറക്റ്റ് അവര് കെറ്റലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ ഈ സാധനം കിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് അസൂയം തോന്നാറുണ്ട്. എന്തോരം മെനക്കെട്ടിട്ട് അവരത് ചെയ്യണമെന്ന്, ആക്ച്വലി സ്പീക്കിംഗ് അല്ലേ. എനിക്ക് അത് അവർ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ എസ്തെറ്റിക് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്ത് വ്യൂസ് ഒക്കെ കിട്ടി അക്കൗണ്ടിന് റീച്ച് ഉണ്ടാകുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ഇത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഈ പണ്ട് ഈ ചെന്നൈ സിൽക്സിനും ബാക്കിയുള്ള ഇതിനൊക്കെ ആഡിനൊക്കെ മോഡലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഇത് അയക്കുകയാണല്ലോ. പിന്നെ അവിടെ നിന്ന് ഒരു റിപ്ലൈ വരണം. ഇന്ന് കാര്യങ്ങൾ ഭയങ്കര, ഇപ്പൊ കാഞ്ചീപുരത്തിന് ഒരു ആഡ് വേണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എത്രയോ കുട്ടികൾ അതിലേക്ക് വരും. കാര്യങ്ങൾ എളുപ്പമായി. അല്ലെങ്കിൽ കുറെ, ഇപ്പൊ ഞാൻ അന്ന് എന്റെ സ്റ്റാർട്ടിങ് അവസ്ഥേനൊക്കെ വെച്ചിട്ട് ഇന്ന് കുറെ കൂടി ഈസിയാണ് ഇപ്പോഴത്തെ ജനറേഷന്, അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇപ്പോഴത്തെ ജനറേഷന് ഓപ്ഷൻസ് കൂടിയതിന്റെ ഒരു സ്ട്രഗിളും ഉണ്ടല്ലോ. ഇതിനെങ്ങനെയാ കാണുന്നത്? ഇല്ല, അത് നല്ലതല്ലേ. ബിക്കോസ് കാലം പോകും തോറും കാര്യങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ വീടുകളിൽ എത്ര പേരുടെ വീട്ടിൽ ഇപ്പൊ ടി വി കാണുന്നുണ്ട്? എന്റെ വീട്ടിലൊന്നും ടി വി ഇല്ല, ആസ് ഇൻ ചാനൽസ് ഇല്ല. പണ്ടൊക്കെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിവിഷനാണ്. ചാനലുകൾ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, മനോരമ, ദൂരദർശൻ, അങ്ങനെ അമൃത, ജീവൻ, റോസ് ബൗള്, ACV, എത്ര ചാനലാണ്. ചാനൽസ് ഏഷ്യാനെറ്റ് പ്ലസ്, മറ്റേത് കൈരളി, അങ്ങനെ എത്ര ചാനൽസ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒന്നും വീട്ടില് കേബിൾ ഇല്ല, ചാനൽസ് കാണുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി OTT ആയി അല്ലേ. ഇപ്പൊ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോസ് വരെ നെക്സ്റ്റ് ഡേ OTT-യിലെ എപ്പിസോഡ്സ് അപ്ലോഡ് ആവുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ് OTT ആണ്. ബിക്കോസ് നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം, അതിന്ന് കാണാം. സോ ഇപ്പോൾ ടെക്നോളജി വളരും തോറും കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയർ ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മീഡിയ അതനുസരിച്ച് മാറുന്നുമുണ്ട്. മീഡിയ ഇസ് നോട്ട് സ്റ്റക്ക്. ഇപ്പം ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ചാനൽസിന് വേണ്ടിയിട്ട്
ടെലികാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ ചാനൽസും ചെയ്യുന്നത് സീരിയൽസ് മാത്രമേ ഉള്ളൂ. അതെ അതെ മറ്റേ ഈ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ പ്രൈം ടൈം ഷോസ് ഒക്കെ ഉണ്ട്. എത്രയോ പാട്ട് പരിപാടികൾ, ഡാൻസ് പരിപാടികൾ, കുക്കിംഗ് ഷോസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാനലുകളാണ് ഇതൊക്കെ. അതൊക്കെ അതെ, അതെല്ലാം കുറഞ്ഞു. ഇപ്പൊ ലിറ്ററലി ഇല്ലാന്ന് തന്നെ പറയാം. എല്ലാ ചാനൽസും അവരുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നോൺ ഫിക്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. ഇപ്പം ഹാർഡ്ലി 1-2 റിയാലിറ്റി ഷോസ് മാത്രമേ എല്ലാ ചാനലും റൺ ചെയ്യുന്നുള്ളൂ അല്ലേ. എല്ലാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി, യൂട്യൂബായി, ഫേസ്ബുക്കായി, അല്ലെങ്കിൽ ഇതുപോലുള്ള OTT പ്ലാറ്റ്ഫോംസ് ആയി. സോ കുറച്ചും കൂടി കൺവീനിയൻസ് കൂടി, അതായത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം ഈ സാധനങ്ങളെല്ലാം അല്ലെ. ടിവിയും കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ബട്ട് ഫോണും കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാം. ട്രെയിനിലാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സോ കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആണ് ആൾക്കാർക്ക് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, ആൻഡ് പ്ലാറ്റ്ഫോംസ്, എത്ര പ്ലാറ്റ്ഫോംസ് ആണ്. ഞാനൊക്കെ 17 വർഷം മുമ്പ് മോഡലിംഗിൽ തുടങ്ങിയതാണ് എൻ്റെ കരിയർ. അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന പോലെ പോർട്ട്ഫോളിയോ, പിന്നെ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റ്സിൽ നമ്മുടെ മുഖം ഒന്ന് വന്നാൽ ഓക്കെ, ഓ ആ കുട്ടി കൊള്ളാലോ, ഇതിനെ വിളിക്കാം എന്ന് പറഞ്ഞ് അടുത്ത അഡ്വർടൈസ്മെന്റിന് നമ്മൾ വിളിക്കുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ അല്ലേ. ഇപ്പം നമ്മുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ നല്ലതാണ്. ഇറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. ഇപ്പൊ അതുമായിട്ട് തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ തന്നെ. ഇപ്പം നിങ്ങൾ സെലിബ്രിറ്റീസ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നു, തിയേറ്റർ വിസിറ്റിന് പോകുന്നു, നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയകളും വരുന്നുണ്ട്. ആൻഡ് ഇത് 2 വശങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇത് പലപ്പോഴും PR കമ്പനീസും അതെന്താ ആരാണോ PR ചെയ്യുന്നത് അവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് അവര് വിളിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് റീച്ചുകൾ ഇൻസ്റ്റാഗ്രാം പേജസും ഫേസ്ബുക്ക് പേജസ് ഒക്കെയാണ് നിങ്ങളെ ഫോളോ ചെയ്തിട്ടൊക്കെ വരുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, അവര് റീച്ചിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ക്യാപ്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ആര്യ കാർ ഓടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക, അവിടെ നിന്ന് വരുന്ന ചോദ്യം ആര്യ ഒറ്റയ്ക്കാണോ കാർ ഓടിച്ചിട്ട് വരുന്നതെന്നായിരിക്കും, മനസ്സിലായ. അപ്പൊ ആര്യ എന്തെങ്കിലുമൊക്കെ പറയും, അതായിരിക്കും അവിടുത്തെ ഒരു ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റ്. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് പണ്ടത്തതിനേക്കാളും കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കണം നിങ്ങൾ. എന്തെങ്കിലും ഒരു കമന്റ് പറയുമ്പോൾ എന്താ ഉണ്ടാവാന്നറിയില്ല. ഈ ഒരു അവസ്ഥനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥ, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇവരെ എപ്പോ എവിടെ നിന്ന് എങ്ങനെ പൊട്ടി വീഴും നമുക്കറിയില്ല. അത് ഒന്നാമത്തെ കാര്യം. അതായത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. വളരെ റീസെന്റ് ഞാൻ ഒരു ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരിടത്തും അങ്ങനെ അനൗൺസ് ഒന്നും ചെയ്തില്ല. ഞാൻ പോലും ഇൻസ്റ്റയിൽ പോസ്റ്റർ ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഫുള്ള് എല്ലാം കൺഫേം ആയ ഒരു ഇനോഗ്രേഷൻ ആണ്. അതും കാക്കനാട്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇരുമ്പനം അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ ഒരു ഇനോഗ്രേഷൻ. ഞാനും അജുചേട്ടനും കൂടെയായിരുന്നു ഇനോഗ്രേഷൻ ചെയ്തത്. ചെറിയൊരു ഷോപ്പാട്ടോ, ചെറിയൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. എനിക്കറിയില്ല ഇവരെങ്ങനെ കണ്ടുപിടിച്ച് അവിടെ എങ്ങനെ എത്തിയെന്ന്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. ഞാൻ നോക്കിയപ്പോൾ കുറേ പേര്, 4-5 മീഡിയ ഉണ്ട്, ഇവരെല്ലാവരും വരുന്നു. ആൻഡ് ഫുൾ ടൈം ഇവര്. ആൻഡ് ഏറ്റവും കോൺഷ്യസ് ആവേണ്ട കാര്യം, ഒന്ന് നമ്മൾ പറയുന്ന കാര്യം, 2 ഡ്രസ്സ് എന്തിടുന്നു, എവിടെ നിന്ന് ഇടുന്നു, ഏത് ആംഗിളിൽ നിന്ന് ഇവര് വീഡിയോ. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളാണ് ഫോർ ഷുവർ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറെ വീഡിയോസ്, കുറെ ഇനോഗ്രേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമ്മളെ ഏറ്റവും നമ്മുടെ കൾച്ചറിന് ഏറ്റവും സൂട്ടബിൾ എന്ന് പറയപ്പെടുന്ന വസ്ത്രം സാരിയാണ്. ആ സാരിയിൽ പോലും ചിലപ്പോൾ ചില വീഡിയോസൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈശ്വര ഈ ആംഗിളിലെടുത്ത് എങ്ങനെ ഇരിക്കും അല്ലേ എന്നും ചിന്തിച്ചിട്ടുണ്ട്, സത്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. പലരും റെഗുലറായിട്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന പലരും ഇങ്ങനെ ഇതൊരു കൺസേൺ ആയിട്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണല്ലോ, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, അവരിതുപോലെ ഇരുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. സാരി എടുത്തിട്ട് പോയതാ, പക്ഷെ ആ ആംഗിളിലിട്ട് അവരെടുത്തിട്ടിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമമായി പോയി, അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ, അതൊരു ഡ്രോബാക്ക് അല്ലേ. ലൈക്ക് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നു, നമുക്കത് എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ മറിച്ച് അത് ഇങ്ങനെ വരുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് ഈ ആംഗിളിൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ എടുത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് പോസ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ അതവര് ചെയ്യുന്നില്ലല്ലോ, പോസ്റ്റ് ചെയ്യുന്നില്ലേ. പക്ഷെ ചീത്ത കേൾക്കുന്ന മുഴുവനും ആ ആർട്ടിസ്റ്റിനായിരിക്കും മിക്കവാറും. എല്ലാരും അല്ലേ ആ കമന്റ്സിൽ ആരും എന്തിനാ ഇയാൾ ഈ വീഡിയോ ഈ ചാനലിൽ ഇട്ടതെന്ന് ആരും ചോദിക്കില്ല.
ആ, അല്ലേ? എല്ലാരും ഇവക്ക് മെനക്ക് തുണി ഉടുത്തോണം നടന്നൂടെ എന്നല്ലേ ചോദിക്കുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് ഭയങ്കര ഒരു പേടിയാ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ അതായത് ഇപ്പൊ എസ്തെറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ ക്ലീവേജോ അല്ലെങ്കിൽ നമ്മുടെ നേവലോ കാണിച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നു. അതെ, അവിടെ നമ്മൾ സെക്യൂർഡ് ആണ്, നമ്മൾ കംഫർട്ട് ആണ്. exactly. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഔട്ട് പുറത്തേക്ക് വിടുന്നത് നമ്മൾ നമുക്ക് ധാരണയുണ്ട്. മറ്റേത് അതില്ലല്ലോ അല്ലെ. നമ്മൾ നോക്കി അത് അപ്രൂവ് ചെയ്തിട്ടേ അല്ലെങ്കിൽ അത് ഓക്കെ ഇത് വന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടല്ലേ അത് പുറത്തേക്ക് വരുള്ളൂ. പിന്നെ അതിലും കോൺസിക്വൻസസ് വരാനുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലേ? നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് നമ്മള് ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടിയായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അതൊരു വലിയ മേജർ കൺസേൺ. അങ്ങനെ ഇപ്പൊ ശരിക്കും ട്രോമ തന്നിട്ടുള്ള ഫേസ്ബുക്ക് കമന്റ് ബോക്സുകളോ ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സുകളോ ഉണ്ടോ? എനിക്കുണ്ട് ട്രോമ എന്ന് പറഞ്ഞാൽ. ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസിന്റെ സമയം തൊട്ട് ഈ ഒരു സാധനം ഫേസ് ചെയ്യുന്ന ആളാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ 75 ദിവസം ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാ. ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും, ആൻഡ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അത് ആ ഗെയിം എന്നല്ല, നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവരെയും ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് ഇടുള്ളൂ. അതിന്റെ ഉദ്ദേശം തന്നെ ഇവർ തെറ്റിപ്പിരിയണം എന്നാണല്ലോ. അപ്പം അതിൻ്റെതായ ചില നമ്മൾ യോജിക്കാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ വരും. പക്ഷെ ഈ പറയുന്ന പോലെ അതും വെച്ചോണ്ടല്ല നമ്മള് അതിനകത്ത് ജീവിക്കുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് നമുക്കറിയാം അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴും അയ്യോ ഇവരെ തന്നെയാണല്ലോ കാണേണ്ടത്, ഇനിയും കിടക്കുന്ന ദിവസം. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ മാക്സിമം നമ്മളെല്ലാം സോർട്ട് ചെയ്തേ പോയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ അതിനകത്ത് താമസിച്ചു. പക്ഷെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സാഹചര്യം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ എന്നെ പറയുന്നു, എൻ്റെ അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു, കൊച്ചിനെ പറയുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനാരിയോയിലായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് വെൻ ഇറ്റ് കംസ് ടു സൈബർ ബുള്ളിങ്. സോ ആ സമയം തൊട്ടേ ഞാൻ ഇത് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് എനിക്കത് ആക്ച്വലി ഒരു പുതിയതായിട്ട് തോന്നുന്നില്ല. ഇന്ന് എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ ഭയങ്കര യൂസ്ഡ് ആയിപ്പോയി. ഭയങ്കര വെച്ചാൽ വളരെ യൂസ്ഡ് ആയിപ്പോയി. ഇന്ന് ഞാൻ അതിനെ ഭയങ്കര എന്താ പറയാ, പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇപ്പൊ റിയാക്ട് ചെയ്താലും നമ്മളിപ്പോ അവരൊന്ന് പറഞ്ഞു, നമ്മൾ തിരിച്ച് 2 പറഞ്ഞാൽ അവര് 10 തിരിച്ചു തരും. അപ്പൊ അതിനേക്കാളും നല്ലത് മാക്സിമം ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. തിരിച്ചവരും ഇങ്ങോട്ട് സർക്കാസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത് ഒരു ശീലമായി.